വി.എസ്. അച്യുതാനന്ദനെ CPI സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവാക്കി. സംസ്ഥാന സമിതിയിലാണ് ഈ തീരുമാനമെടുത്തത്. വി.എസിനെ ക്ഷണിതാവാക്കി ഉൾപ്പെടുത്താത്തത് സംസ്ഥാന സമ്മേളനത്തിൽ വലിയ രീതിയിൽ വിവാദമായിരുന്നു. സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേർന്നത്. സ്റ്റെഫിൻ, പ്രത്യേക ക്ഷണിതാവാക്കി വി.എസിനെ നിലനിർത്തുക എന്നത് ആ തീരുമാനത്തിലേക്ക് എത്തിയ സാഹചര്യം എങ്ങനെയാണ്? രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ്? രതീഷ്, സംസ്ഥാന സമ്മേളനത്തിൽ വി.എസിന് അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു പരിഗണന ലഭിച്ചില്ല എന്ന തരത്തിലുള്ളൊരു ആക്ഷേപം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ 80 വയസ്സ് കഴിഞ്ഞ ആളുകളെ കമ്മിറ്റികളിൽ നിന്നെല്ലാം ഒഴിവാക്കി. അങ്ങനെയാണ് AK ബാലനെ ഒഴിവാക്കിയത്. അദ്ദേഹം സജീവമായി തന്നെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന, സംസാരിക്കുന്ന, പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരോട് പാർട്ടി നിലപാട് പറയുന്ന ഒരു ആൾ കൂടിയാണ്. അപ്പോൾ ഈ പ്രായത്തിന് മാനദണ്ഡം മാത്രം നോക്കിക്കൊണ്ട് പാർട്ടിയിൽ നിന്നും ആളുകളെ മാറ്റി ഒതുക്കി നിർത്തേണ്ട എന്നൊരു നിലപാടിലേക്ക് തന്നെയാണ് പാർട്ടി കോൺഗ്രസ് കഴിയുമ്പോൾ CPM എത്തുന്നത്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് എല്ലാ നേതാക്കന്മാരെയും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും പാലോളി മുഹമ്മദ് കുട്ടി, അതോടൊപ്പം തന്നെ AK ബാലൻ, അവരെല്ലാം തന്നെ 80 വയസ്സ് കഴിഞ്ഞ ആളുകളാണ്. എങ്കിൽ പോലും കൃത്യമായി സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവ് എന്നൊരു പദവിയിലേക്ക് അവർക്ക് നൽകുന്നു. ഒപ്പം തന്നെ VS കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോഴും VSന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ പാർട്ടി കോൺഗ്രസിന് ശേഷവും VSനെ പ്രത്യേക ക്ഷണിതാവാക്കിക്കൊണ്ടൊരു തീരുമാനത്തിലേക്കാണ് പാർട്ടി എത്തിയത്. അത് ഈ പാർട്ടി കോൺഗ്രസ് കഴിയുമ്പോഴും CPM അതേ നിലപാട് തന്നെ എടുക്കുന്നു. ഏതായാലും അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. മകൻ്റെ വീട്ടിൽ തിരുവനന്തപുരത്ത് അദ്ദേഹം വിശ്രമ ജീവിതത്തിലാണ്. എങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു ആദരവ് എന്ന ഒരു സമീപനത്തിൽ കൂടിയാണ് CPM അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അത് വളരെ പ്രധാനമാണ്. ഒരു ആദരവ്, അദ്ദേഹത്തോടൊപ്പം ഉള്ള ഒരു വികാര പ്രകടനം കൂടിയാണ് വി.എസ്. അച്യുതാനന്ദനെ CPI സംസ്ഥാന കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവാക്കുന്ന തീരുമാനത്തിലൂടെ വ്യക്തമാക്കുന്നത്.